സർ, ഇപ്പോൾ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി നിർണയം CPM അവരുടെ യുവ നേതാവ് M സ്വരാജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു സംഭവം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. അതായത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ M സ്വരാജിൻ്റെ ഒരു വിവാദ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ M സ്വരാജ് എന്ന നേതാവ് CPMനകത്ത് പൊതുജന സ്വീകാര്യനല്ല, CPMനകത്ത് ജനപ്രിയനാകുന്നത് CPMകാരുടെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ചില പ്രയോഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പറയാൻ പാടുള്ളതേ പറയാവൂ എന്നില്ല, എന്തും പറയാനായി ഇസം വിളമ്പാനായി എന്തും പറയുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു അവരുടെ നേതാക്കളുടെ അവരുടെ മുൻ തലമുറയുടെ ഒരു പിൻഗാമി തന്നെയാണ് ഈ പ്രസംഗ കലയിൽ ഈ M സ്വരാജ്. അങ്ങനെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വരാജിൻ്റെ ഒരു വിവാദ പ്രസ്താവനയും ദെൻ അതിനോട് ചേർന്ന് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന് കുത്തിപ്പൊക്കി ഇപ്പോൾ PS ശ്രീധരൻപിള്ള, അദ്ദേഹം ഗവർണറാണ്, അദ്ദേഹം ഗോവൻ ഗവർണർ, BJP ഗവൺമെൻറ് അദ്ദേഹത്തിനെ BJP പാർട്ടി ഗവർണറാക്കിയത്, അദ്ദേഹത്തിനെതിരെയും മുതിർന്ന നേതാവ് O രാജഗോപാലിനെതിരെയും ഒരു കുറ്റപത്രം ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കുത്തിപ്പൊക്കി അത് ഒരു കുറ്റപത്രമാക്കി അവരെ പ്രതികളാക്കിക്കൊണ്ടൊരു നീക്കം നടത്തുമ്പോൾ സ്വരാജിൻ്റെ നിലമ്പൂരേക്കുള്ള സ്ഥാനാർത്ഥിത്വവും ഇതും തമ്മിൽ ഒരു ഇൻസിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും നിർണായകമാണ് എന്ന ബോധ്യം രണ്ട് കൂട്ടർക്കും ഉണ്ട്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രചരണം നയിക്കുന്നുവെന്നാണ് പറയുന്നത്. പിണറായി പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അതെ, പിണറായി പറഞ്ഞ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ ഫുൾ ടൈം നിന്ന് നേരിട്ട് നിയന്ത്രിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാളിച്ച ഉണ്ടാകുകയോ വോട്ട് കുറയുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്താൽ അതിനുണ്ടാകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് അത് മണക്കുന്നുണ്ട്, അത് സത്യവുമാണ്. ഇപ്പോൾ അതുകൊണ്ട് ഓരോ വോട്ടും നേടാനുള്ള ഒരു ശ്രമം പല വിധത്തിലുണ്ടാകും. പ്രത്യേകിച്ച് ഭരണകൂടമാകുമ്പോൾ ഭരണകൂടത്തിനുള്ള ചില മേൽക്കൈകളുണ്ടല്ലോ, ഭരണകൂടത്തിന് കയ്യിലുള്ള ചില മേൽക്കൈകളുണ്ടല്ലോ എന്നാണ് ഈ പറഞ്ഞ വിഷയം. ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വ്യാപകമായ വിധത്തിൽ പ്രതിഷേധം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് കേരളത്തിലുടനീളം ഉണ്ടായി. അങ്ങനെ ശബരിമല ആചാര സംരക്ഷണ റാലികളുമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായി, വളരെ വ്യാപകമായിട്ടുണ്ടായി. പന്തളത്ത് നിന്ന് ആരംഭിച്ചു, പിന്നെ അത് കേരളത്തിൽ ഒട്ടാകെ വ്യാപിച്ചു. ഈ അന്നും നമ്മുടെ ഭരണകൂടം ഒരു 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 വലിയ വൈരാഗ്യത്തോടെയാണ് അതിനെ, വൈരാഗ്യമാണ്. കാരണം സ്ത്രീകളെ അവിടെ കയറ്റാൻ ഉള്ള ഭക്തജനങ്ങളുടെ എതിർപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ന്യായാന്യായതകളിലേക്കല്ല നമ്മളിപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് ഒളിച്ച സ്ത്രീകളെ കടത്തി ശബരിമലയിൽ എത്തിച്ച സംഭവം വരെ ഉണ്ടായി. അത് വിശ്വാസികളുടെ വികാരത്തെ തീർച്ചയായും വ്രണപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ട് വ്യാപകമായിട്ട് ഉണ്ടാവുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് കേസ്, പലതരത്തിൽപ്പെട്ട കേസുകൾ ഇതിൽ പങ്കെടുത്തവർക്കെതിരെ, പല സ്ഥലത്തും ഈ പ്രക്ഷോഭം നയിച്ചവർക്കെതിരെ, അല്ലെ പ്രകടനത്തിൽ പങ്കെടുത്തവർക്കെതിരെ, വെറുതെ നിന്നവർക്കെതിരെ വ്യാപകമായി കേസുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് BJP നേതാവായിരുന്ന സുരേന്ദ്രൻ്റെ ഒക്കെ പേരിൽ കേരളത്തിൽ ഉടനീളം കേസുകൾ എടുത്തിരുന്നത്. അദ്ദേഹം ഒരു 10, 80, 90 കേസുകൾ പ്രതിയായിരുന്നതായിട്ടൊക്കെ പുള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ പന്തളത്ത് അടക്കമാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ ഈ കേസ് എടുത്തിരിക്കുന്നത് ചെങ്ങന്നൂരിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രതികളൊക്കെ വാഹനം അടിച്ചു തകർക്കുകയും പിന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഇതുവരെ പോലെയുള്ള ആളുകൾക്ക് അവർക്കെതിരായിട്ടിരിക്കുന്ന കേസെന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം ഗവർണറല്ല, ശ്രീധരൻപിള്ള സാർ അന്ന് ഗവർണറല്ല. പക്ഷേ ഞാൻ പറയുകയായിരുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്നലെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് അതിനകത്ത്. ആ കുറ്റപത്രത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതും ഒക്കെ അടങ്ങുന്ന ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രവും നിലമ്പൂരിലെ M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമുണ്ടെന്ന് വേണം ഊഹിക്കാൻ. കാരണം നമ്മളീ പറയുന്നത് പോലെ ഒരു ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ പുത്രനാണ്. അദ്ദേഹം ഒരു സെക്കുലർ മുസ്ലിമായിട്ട് അറിയപ്പെടുന്ന ആളാണ്, പൊതുവെ അറിയപ്പെടുന്ന ആളാണ്. നമുക്കറിയാം ഈ പാണക്കാട്ട് തങ്ങൾക്ക് ആത്മീയാധികാരം ഇല്ലെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഈ ആര്യാടൻ മുഹമ്മദ് പറയുന്ന ആൾ. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നതിൽ ഇവിടെ തന്നെയാണ്. അവർക്ക് രാഷ്ട്രീയ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, അല്ലാതെ തങ്ങൾക്ക് മറ്റു കാര്യമൊന്നും ഇല്ലെന്ന്. എന്ന് മാത്രമല്ല പാണക്കാട് ഹൈദരാലി തങ്ങളുടെ പോലും പേര് പറയാതെയുള്ള പ്രസ്താവനകളൊക്കെ ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് അവരുടെ ഇടയിലുള്ള പ്രശ്നം. അപ്പോൾ ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു തീവ്ര മുസ്ലിം ഗോവ ഗവർണറായിരുന്നു ശ്രീധരൻപിള്ളയ്ക്കെതിരായിട്ട്, അദ്ദേഹം BJPയുടെ നേതാവാണ്. O രാജഗോപാൽ എന്ന് പറയുന്ന വളരെ മുതിർന്ന നേതാവാണ്. ഇത്തരത്തിൽപ്പെട്ടവർക്ക് എതിരായി പോലും കേസെടുക്കാനും നടപടികളെടുക്കാനുമുള്ള ഒരു ധൈര്യം
ഈ ഭരണകൂടം കാണിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു തീവ്ര മുസ്ലിം വിഭാഗത്തെ സ്വാഭാവികമായിട്ടും അവരെ സുഖിപ്പിച്ചേക്കാം അങ്ങനെ വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനും ഈ സമയം നോക്കി തന്നെ സമർപ്പിക്കാനും അതൊരു വാർത്തയാകാനും കാരണമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തീവ്ര മുസ്ലിം, പിന്നെ ആര്യാന ഷൗക്കത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഒരു പിന്നെ പല വെല്ലുവിളികളും പല സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതായി CPM ഇടതുപക്ഷം പരിഗണിക്കുന്നതായിട്ട് സ്വതന്ത്ര വേഷത്തിൽ പരിഗണിക്കുന്നതായിട്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു, പരിഗണിച്ചതുമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമുക്കറിയാം PV അൻവർ ആര്യാടൻ മുഹമ്മദ് കുത്തയാക്കി വെച്ചിരുന്ന ആ മണ്ഡലത്തിൽ PV അൻവർ സ്വതന്ത്ര വേഷത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നിർത്തിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വിജയിപ്പിച്ചത്. അതിപ്പോൾ അവർക്ക് സ്വയം കൃതാനർത്ഥമായി മാറി. അത് വേറൊരു വിഷയം. അത് അൻവർ വിഷയം എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുസ്ലിം വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കൃത്യമായി നമ്മൾ കണ്ട ഒരു വസ്തുതയാണ്. മുസ്ലിം വികാരം എന്ന് പറയുന്നത് മുസ്ലിം അവരാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സംഘടിതമായി വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സംഘടിതമായി വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘടിതമായി വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ്. അങ്ങനെയാണ് നമ്മളത് കൃത്യമായി കണ്ടതാണ്. അങ്ങനെ സംഘടിത വോട്ട് എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംഘടിത വോട്ട് ഒരു നിർണായക ഘടകമാണെന്ന് മനസ്സിലാക്കി തിരിഞ്ഞും മറിഞ്ഞും അവരെ ഇത് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു അടവ് നയമെന്ന് പറയുന്നത്. തിരിഞ്ഞും മറിഞ്ഞും ഓരോ വിഷയങ്ങൾ ഓരോ വിധത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യും. അത് കാണുന്നു. അതിൻ്റെ ഗുണഫലം പലയിടത്തും അനുഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അത് തിരിഞ്ഞു കുത്തുന്നു എന്നവർക്ക് സംശയം വന്നപ്പോഴാണ് ഈ പൊതുവെ ഒരു എന്താ പറയുന്നത് ആ അഭിപ്രായം പാർട്ടിക്കകത്ത് നിന്ന് ചോർന്നു പോകുന്നു ജനം. പരമ്പരാഗത അണികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും പരമ്പരാഗത അണികൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിലെ പിന്നോക്കം വന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങളും പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾ പരമ്പരാഗതമായിട്ട് അവർക്കുള്ള വോട്ട് കുറേ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് അടക്കം ഞാൻ പറഞ്ഞു. ഇതൊക്കെ അവരുദ്ദേശിക്കുന്നതിലും കൂടുതലായിട്ട് മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന തോന്നൽ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നിങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഒന്നുകൂടെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിപ്പോൾ മുസ്ലിം സമുദായത്തിനെ പ്രീണിപ്പിക്കാനായി ഇവർ പറയുമ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രി മലപ്പുറത്തെ മറ്റൊരു ദേശമായിട്ട് സംസാരിച്ചത് സാറിനും എനിക്ക് ഓർമ്മയുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയിട്ട് പല കേസുകളിലും മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ കൊടുത്തൊരു ലേഖനമുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ഇത്രയും കോടി ജനങ്ങളുടെ, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്, CPMൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല. അപ്പോൾ അദ്ദേഹം മലപ്പുറം ദേശത്തെ പറഞ്ഞതുകൂടെ ഇവിടെ നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കണം. തീർച്ചയായിട്ടും അവർ മുസ്ലിം സാറ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ മുസ്ലിം പ്രീണനം കണക്കാക്കിയാണ് ഈ പ്രസ്തുത ദിവസം തന്നെ ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയത് എന്നുള്ളത് ഒരു വശം എന്നതുപോലെ തന്നെ ഈ പ്രീണനം കാണിക്കുമ്പോഴും അവർക്കെതിരെ വിരുദ്ധ വികാരത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതൊരു പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുക എന്നൊരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഒരു സോഫ്റ്റ് കോർണറും അല്ലാതെ മറ്റൊരു വർത്തമാനം. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സോഫ്റ്റ് കോർണറും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പ്രീണന നയം നടത്താൻ. പിന്നെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എന്ത് സാറ് പറഞ്ഞത്, ലോക്സഭാ ഇലക്ഷനിൽ ഈ ന്യൂനപക്ഷം എന്ന രീതിയിൽ അവര് സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിനെ, നിയമസഭ വരുമ്പോൾ തിരിച്ച്. അത് കറക്റ്റ് പോയിന്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സാറ് തന്നെ പറഞ്ഞതുപോലെ ശരിക്കും ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തതും ഇങ്ങനെ ഒരു കുറ്റപത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതും അതൊരു വാർത്തയാക്കുന്നത് തീർച്ചയായിട്ടും അത് തീവ്ര മുസ്ലിം സമൂഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്തുക, ഒന്ന് സുഖിപ്പിച്ചേക്കാം എന്ന ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് വോട്ട് ബാങ്ക്. അങ്ങനെയാണ് പ്രത്യേകിച്ച് ആര്യാന ഷൗക്കത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണ്. അതും സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരിക്കലും മുസ്ലിം ലീഗിനെ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. ലീഗ് ഇപ്പം സാറ് പറഞ്ഞു പാണക്കാട് ശിഹാബ് തങ്ങൾ എന്ന് അദ്ദേഹം പറയില്ല, തങ്ങൾ അല്ലെങ്കിൽ ശിഹാബ് തങ്ങൾ എന്നേ അദ്ദേഹം പറയുള്ളൂ. ഏതായാലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരാത്മീയ നേതൃത്വമില്ല, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമേ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് മുസ്ലിങ്ങളെ ഒരു തീവ്ര മുസ്ലിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം ഏത് ഉപയോഗിച്ചു എന്ന് തന്നെ വേണം അതിനെപ്പറ്റി. അല്ല സാർ, ഇത് പരിസമാപ്തിയിലൊന്നും എത്താനൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഈ എടുത്തിടുമ്പോഴത്തേക്ക് പഴയതൊന്നും മറക്കാൻ അവർക്കൊന്നും അവർ ഈ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പഴയതൊക്കെ ആർക്കിടയ്ക്ക് എടുത്തിടും. അതെ, നമ്മൾ എടുത്തിടും. നമുക്കത് കാണിച്ചു കൊടുക്കാം എന്താണ് സത്യം എന്നുള്ളത്.